ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനുഷ്യബുദ്ധിയിലൂടെ ദൈവം നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ടെക്നോളജി. ജീവിത സൗകര്യങ്ങളിലും ആശയവിനിമയത്തിലും അതുണ്ടാക്കിയിട്ടുള്ള സാധ്യതകൾ അനവധിയാണ്. ടെക്നോളജിയുടെ വിവേചനപൂർണമായ വിനിയോഗം ജീവിതത്തെ തീർച്ചയായും ക്വാളിറ്റിയുള്ളതാക്കാൻ വളരെ സഹായിക്കും. എന്നാൽ ടെക്നോളജി നമ്മുടെ യജമാനനും നമ്മളതിൻ്റെ അടിമയുമാകുന്നത് വളരെ അപകടമാണ്. ഫോൺ, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, ഗെയിംസ്, ഫോർണോഗ്രാഫി, എൻഡ്ലെസ് ബ്രൗസിംഗ് എന്നിവയോടുള്ള ആസക്തിക്കാണ് ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഗുരുതരമായ പ്രതിസന്ധികളുണ്ടാക്കുന്ന ഡിജിറ്റൽ അഡിക്ഷന്റെ ദോഷഫലങ്ങൾ അനവധിയാണ്. ആത്മീയ ജീവിതത്തിൽ ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ അധികം ശ്രദ്ധിക്കപ്പെടാറില്ല. മനസ്സ് ദൈവത്തിൽ നിന്ന് അകലുന്നതിന് ആസക്തികൾ കാരണമായേക്കാം. പ്രാർത്ഥന, ബൈബിൾ വായന, തിരുവചന പഠനം, ആരാധന, ദൈവത്തോട് ചേർന്നുള്ള ഉപവാസം, ധ്യാനം എന്നിവയ്ക്കൊക്കെയുള്ള സമയം തീർച്ചയായും ഓൺലൈൻ അപഹരിക്കും. ദൈവത്തെയും ടെക്നോളജിയെയും ഒരേപോലെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. മനസ്സിൽ ഭൗതിക ആസക്തി വിഗ്രഹമാകുമ്പോൾ ദൈവം ലീസ്റ്റ് പ്രയോറിറ്റി ആകും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. രാവിലെ ഡിജിറ്റൽ ലോകത്തിലേക്ക് ചുവടുവയ്ക്കുന്നതിന് മുൻപ് പ്രാർത്ഥനയും തിരുവചന ധ്യാനവും ശീലമാക്കുന്നത് ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്നും മനസ്സിനെ അടർത്തി മാറ്റി ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ സഹായിക്കും. ഡിജിറ്റൽ അഡിക്ഷൻ ശാരീരിക മേഖലകളിലുണ്ടാക്കുന്ന ഗുരുതര പ്രതിസന്ധികളെപ്പറ്റിയുള്ള ഗവേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കക്കുറവ്, കാഴ്ച സംബന്ധമായ പ്രതിസന്ധികൾ, ഒബീസിറ്റി, മെറ്റബോളിക് പ്രശ്നങ്ങൾ, അലസ ജീവിത ശൈലി മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വിസ്മയ സൃഷ്ടിയായ നമ്മുടെ ശരീരത്തെ ആരോഗ്യ പരിപാലനവും ജീവിത വിശുദ്ധിയും കൊണ്ട് കാത്തുസൂക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ലഹരിയും അസന്മാർഗിക ജീവിതവുമൊക്കെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ശരീരമാകുന്ന വിശുദ്ധ ദൈവാലയത്തോടുള്ള നിന്ദയും അനാദരവുമാണ്.
ഡിവൈൻ യൂസിന്റെ സമയത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും വ്യായാമവും ശാബത്ത് വിശ്രമവും നമ്മുടെ ജീവിത ദിനചര്യയുടെ ഭാഗമാക്കുകയും ചെയ്യുമ്പോൾ ഡിജിറ്റൽ ആസക്തിയിൽ നിന്ന് തീർച്ചയായും ശരീരത്തെ സ്വതന്ത്രമാക്കാൻ കഴിയും. മാനസിക മേഖലകളിൽ ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കുറച്ചൊന്നുമല്ല. ഡിപ്രഷൻ ആൻഡ് മൂഡ് ഡിസോർഡർ, ആകാംക്ഷ, സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം, തളർച്ച, ഷോർട്ട് ടേം മെമ്മറി തകരാറുകൾ തുടങ്ങിയവയൊക്കെ ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന മാനസിക പ്രതിസന്ധികളാണ്. ഡിജിറ്റൽ യുഗത്തിന്റെ പ്രതിസന്ധികളെ മുൻകൂട്ടി ആത്മാവിൽ അറിഞ്ഞായിരിക്കാം ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ ഇക്കാര്യത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. റോമാലേഖനം 12:2 ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയപ്പെടേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഓൺലൈൻ ടോക്സിക് മാലിന്യങ്ങൾ കൊണ്ട് മനസ്സ് വിഷലിപ്തമാക്കുന്നതിനു പകരം തിരുവചന പഠനം, ആരാധന, കുടുംബ പ്രാർത്ഥന, ദൈവീക കൂട്ടായ്മ തുടങ്ങിയവയിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുന്നത് തീർച്ചയായും മനസ്സിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ സഹായകമാണ്. ആദരണീയ സഭാപിതാവായ മോർ അപ്രേം പാടിയതുപോലെ നമ്മുടെ ആത്മ ശരീര മനസ്സുകളെ ദൈവത്തിന് തിരുമുൾ കാഴ്ചയായി വിശുദ്ധിയോടെ സമർപ്പിക്കുമ്പോൾ ആസക്തികളുടെ പിടിയിൽ നിന്നും മനസ്സിനെ സ്വതന്ത്രമാക്കുവാൻ കഴിയും. ദേവാലയ ശുദ്ധീകരണം നടത്തിയ നമ്മുടെ കർത്താവിനോട് അപേക്ഷിച്ചാൽ മീഡിയ അൺലോഡ് ചെയ്ത ചപ്പ് ചവറു മാലിന്യങ്ങളെ കർത്താവ് ഹൃദയ അൾത്താരയിൽ നിന്ന് നീക്കം ചെയ്യും. ദാമ്പത്യ സൗഹൃദത്തിൽ സൈബർ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഇടർച്ചയും തകർച്ചയും ഭീതിപ്രദമാണ്. ഡിജിറ്റൽ ലോകത്തിലെ അപകട കെണികളായ പോർണോഗ്രാഫിയിലേക്കും വിവാഹേതര ബന്ധങ്ങളിലേക്കും വിശ്വാസവഞ്ചനയിലേക്കും ചുവടുവയ്ക്കുന്നത് ദൈവമുമ്പാകെ എടുത്ത ഉടമ്പടി ബന്ധത്തിന്റെ ലംഘനമാണ്. വൈകാരിക അകലങ്ങൾക്കും ബ്രോക്കൺ ഇന്റിമസിക്കും ആദ്യ സ്നേഹം തണുത്തുപോകാനും ഡിജിറ്റൽ അഡിക്ഷൻ കാരണമാകാറുണ്ട്. ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്ന ദമ്പതികൾക്കുള്ള പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. എഫേസ്യ ലേഖനം 5 ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ഡിജിറ്റൽ അഡിക്ഷൻ മൂലമുള്ള സൗഹൃദത്തിലെ പ്രതിസന്ധികൾ ഒഴിവാക്കുവാൻ ദമ്പതികൾക്കുള്ള ക്രിസ്ത്യൻ കൗൺസിലേഴ്സിന്റെ 3 നിർദ്ദേശങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1. ദിവ്യ സ്നേഹത്തിൽ സൗഹൃദ പങ്കാളികളാകുവാൻ ദൈവമുൻപാകെ സൗഹൃദയാത്രയുടെ തുടക്കത്തിലെടുത്ത പ്രതിജ്ഞയിലേക്ക് രണ്ടുപേരും വീണ്ടും മടങ്ങുക. 2. ഡിവൈസ് ഫ്രീ ടൈം
വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് ഭക്ഷണമേശയിലും ബെഡ് ടൈമിലും ഡിവൈസ് ഒഴിവാക്കുക. 3. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ വിശ്വസ്തത പുതുക്കിപ്പണിയുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് നിരന്തരം പരിശ്രമിക്കുക. ഇതാണ് ഈ 3 നിർദ്ദേശങ്ങൾ. ഏറ്റവും ഒടുവിലായി കുടുംബ ബന്ധത്തിൽ ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ അനവധിയാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ അകലമുണ്ടാക്കുന്നു, വൈകാരിക പങ്കിടലിനുള്ള അവസരം കുറയുന്നു, മീഡിയയിലെ കൺസ്യൂമർ സംസ്കാരം സനാതന കുടുംബ മൂല്യങ്ങളെ തെറ്റായി തിരുത്തി എഴുതുന്നു. മാത്രവുമല്ല, ഡിജിറ്റൽ അഡിക്ഷൻ കുട്ടികളിലുണ്ടാക്കുന്ന ആഘാതങ്ങൾ, വൈകല്യങ്ങൾ അനവധിയാണ്. അതൊന്നും പിന്നീട് തിരുത്താൻ കഴിയാത്തവയാണ്. എന്തൊക്കെയാണത്? സോഷ്യലൈസേഷനിലൂടെ സാമൂഹ്യ ഇടപെടലിനുള്ള താൽപ്പര്യം കുട്ടികൾക്ക് കുറയുന്നു. പഠനത്തിൽ ശ്രദ്ധക്കുറവും ഏകാഗ്രതയും കുറവും സംഭവിക്കുന്നു. സെക്സ്, കൗമാരബന്ധങ്ങൾ, ലഹരി തുടങ്ങിയവയെപ്പറ്റി തെറ്റായ കാഴ്ചപ്പാടുകൾ ഡിജിറ്റൽ മീഡിയ കുട്ടികൾക്ക് നൽകുന്നു. ഡിജിറ്റൽ അഡിക്ഷന്റെ വഴിയെ നടക്കുന്ന മാതാപിതാക്കളെ പിന്തുടരുന്ന തലമുറകളുടെ പ്രയാണം അപകട ട്രാക്കിലാകുന്നു. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആദ്യാക്ഷരവും ശുദ്ധാക്ഷരവുമായി ദൈവീക പ്രമാണങ്ങൾ എഴുതണമെന്ന് യുഗങ്ങൾക്ക് മുമ്പ് ദൈവം കൽപ്പന നൽകി. ആവർത്തന പുസ്തകം 6-ാം അധ്യായം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഭവനത്തിൽ കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും കുടുംബ പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായനയ്ക്കും ആരാധനയ്ക്കും പ്രാധാന്യം കൊടുക്കുവാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തുമ്പോൾ നമുക്ക് കൈമോശം വന്ന പഴയകാല കുടുംബ കൂട്ടായ്മയും ഊഷ്മളതയുമൊക്കെ പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും. ഡിവൈസിനേക്കാൾ ദൈവസമർപ്പണത്തിനും തിരുവചനത്തിനും പ്രാധാന്യം കൊടുക്കുന്ന മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ല തിരഞ്ഞെടുപ്പിന്റെ ഉത്തമ മാതൃകകൾ ആകണമെന്നാണ് യോശുവയുടെ സാക്ഷ്യം. 24-ാം അധ്യായം. കർത്താവിനെ സ്നേഹിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്നു തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പോൾ ജനം യോശുവയോട് മറുപടി പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാതിരിക്കാൻ ഇടയാകട്ടെ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാപബന്ധനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.